അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ട്രോമ എന്ന് പറഞ്ഞാൽ, വേറെ ഒന്നുമല്ല. അതാണ് എൻ്റെ ഒരു അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വയറ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഹാർട്ട് റേറ്റ് ബേബിയുടെ ഇങ്ങനെ കുറയുക. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സി സെക്ഷൻ ആണ് കേട്ടോ, തന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്കറിയില്ല, നല്ലോണം എനിക്ക് വേദനിച്ചു. നമ്മളുടെ അറ്റൻഷൻ. Hello guys, welcome to my YouTube channel. So this is my first vlog. So അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അബിയ. ഞാൻ കോട്ടയത്താണ് കേട്ടോ താമസിക്കുന്നത്. സോ എനിക്കൊരു 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞു ആവയുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ചൈൽഡ്. സോ ബീങ് എ ഫസ്റ്റ് ടൈം മോം, എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ എക്സ്പീരിയൻസസ്, ഞാൻ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, അതുപോലെ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കാൻ, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് കാണുന്നത്. അങ്ങനത്തെ കോണ്ടൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും ഷെയറും ചെയ്യാം. സോ കറൻ്റ്ലി ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ്. ഐ യൂസ് ടു വർക്ക്. ഇപ്പോൾ ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. ഓക്കെ, സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വ്ളോഗിൽ നമ്മൾ പറയാൻ പോകുന്ന എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കുറച്ച് സംഭവ ബഹുലമായൊരു ഡെലിവറി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കുള്ളത്. സോ ഞാൻ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങാം. ഞാൻ കൺസൾട്ട് ചെയ്തത് മാർസ്ലീവ മെഡിസിറ്റി പാലായിലുള്ളൊരു ക്വൈറ്റ് ഫേമസ് ഹോസ്പിറ്റലാണത്, എല്ലാവർക്കും അറിയാം. എല്ലാ ഫെസിലിറ്റീസും ഉള്ള, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളൊരു ഹോസ്പിറ്റലാണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് വരികയാണ്, എമർജൻസി വരികയാണ്, അതായത് ഡെലിവറി റിലേറ്റഡ് അല്ലാത്ത നമുക്ക് വേറെ എന്തെങ്കിലും വയ്യായിക ആ ടൈമിൽ വരികയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അവർ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെൻഷനും റഷും ഒക്കെ ആയിരിക്കും. അത് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉള്ളൊരു നോർമൽ ഹോസ്പിറ്റൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. സോ പക്ഷേ അതിന് പ്രോസ് ഉണ്ട്, കോൺസ് ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം. സോ അപ്പം ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഹോസ്പിറ്റലാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, വളരെ ക്ലീനാണ്. ഡോക്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്, നഴ്സിംഗ് കെയർ അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ പേരൊന്നും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ ഡോക്ടർ വളരെ പൊളൈറ്റ് ആൻഡ് കൈൻഡ് ആയിരുന്നു എൻ്റെ അടുത്ത്. ആൾ കുറച്ച് ഏജ് ഉണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത്. നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്ത് നിർത്തുമായിരുന്നു പുള്ളിക്കാരത്തി. അങ്ങനെ ഒരു പ്രത്യേക ഭയങ്കര ക്വൈറ്റ്, എന്താ പറയുക, ഭയങ്കര നല്ലതായിരുന്നു നമ്മളുടെ അടുത്ത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഓൾസോ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ലതായിരുന്നു. പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, അത്ര നല്ല ഫുഡാണ്. സോ കമ്മിങ് ടു ദി മെയിൻ പാർട്ട്, എനിക്ക് ജൂലൈ 10 എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ 3 മന്തിൽ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളടുത്ത് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് പറയും. അതെനിക്ക് ജൂലൈ 10 സോ ഞാൻ ജൂലൈ 8 വരെ പോയി. അതായത് ഞാൻ 40 വീക്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ജൂലൈ 8 എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുവാനുണ്ടായിരുന്നു. എനിക്ക് നോർമലായിട്ട് പെയിൻ വന്നിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി 36 വീക്സ് കഴിഞ്ഞാൽ ബേബി ടേം ആയി കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്തു, നോർമൽ ആവണമെങ്കിൽ ആവട്ടെ എന്ന് ഓർത്ത് എൻ്റെ ഡോക്ടർ നമുക്ക് വെയിറ്റ് ചെയ്യാം, 40 വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അക്കോർഡിംഗ് ടു വാട്ട് ഷീ സെഡ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 40 വീക്സ് വരെ മാക്സിമം വെയിറ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അറിയത്തില്ല. എബ്രോഡൊക്കെ ചിലപ്പോൾ 42 വീക്സ് വരെയൊക്കെ പോവാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ലെന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഐ ഡോണ്ട് നോ, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. സോ 10 ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 8 വരെ വെയിറ്റ് ചെയ്തു ഇല്ല. അപ്പം അതിന് മുന്നത്തെ ആഴ്ച പോയപ്പോൾ ഡോക്ടർ തൊട്ട് ഓക്കെ 8 പോരെ അഡ്മിറ്റ് അയക്കാം, നമുക്ക് പെയിന് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒക്കെ നല്ലോണം എക്സസൈസ് ചെയ്യുക, നടക്കുക, ഇരിക്കുക, അങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസൊക്കെ നമ്മൾ പലരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ പോസൊക്കെ അങ്ങനെ
അതൊക്കെ ചെയ്തു മാക്സിമം നോക്കി, അവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പം 8th ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ രാവിലെ ചെന്നു, പക്ഷേ റൂം കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് എന്താ പറയുക, റഷ് ഉണ്ടായിരുന്നു അവിടെ. ഓൾസോ റൂമെല്ലാം ഫിൽഡ് ആയിരുന്നു. അപ്പം കുറച്ച് പേര് വെക്കേറ്റ് ചെയ്തിട്ട് വേണം. നമ്മൾ ഈ റൂം എടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഓരോ പാക്കേജ് അനുസരിച്ചാണ് കേട്ടോ. അതായത് റൂം അനുസരിച്ചാണ് നോർമൽ ഡെലിവറിയുടെയും സെക്ഷൻ ഡെലിവറിയുടെയും റേറ്റ്സ് വരിക. അപ്പോൾ നമ്മളൊരു നോർമൽ AC റൂം എടുത്ത് അങ്ങനെ പാക്കേജ് വൈസ് ആണ് അവിടെ റേറ്റൊക്കെ വരിക. അപ്പോൾ കുറച്ച് പിന്നെ മാഡം കരയുന്ന സൗണ്ടാണ്. കരയുന്നതല്ല, ആക്ച്വലി ആളെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കീ കീ എന്ന് പറഞ്ഞ കാർ ചെയ്താണ് ആ ശബ്ദം കേട്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയ 8th അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം നമ്മൾ ചെന്ന് കുറച്ച് സമയം എടുത്തു റൂം കിട്ടാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ റൂമിലേക്ക് മാറി. റൂമിലേക്ക് ചെന്ന് കയറി ഉടനെ തന്നെ നഴ്സുമാരെല്ലാം വന്നു. പെട്ടെന്ന് എനിക്ക് മറ്റേ ഹോസ്പിറ്റൽ ഗൗണൊക്കെ തന്നു. പെട്ടെന്ന് ക്യാനിലൊക്കെ ഇട്ടു. ആ ക്യാനിൽ എനിക്ക് ഭയങ്കര വേദനയുള്ളൊരു ക്യാനിലായിരുന്നു. ഭയങ്കര ഹാർഡായിരുന്നു അത് കയറാനായിട്ട്. ഈ ദശയൊക്കെ തുളച്ച് കയറുക എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഫീൽ ചെയ്തത്. നല്ല വേദന എടുത്തു എനിക്ക്. അപ്പോൾ ആ കുത്തുന്ന നഴ്സും പറയുന്നുണ്ടായിരുന്നു, മോളെ ഇത് ഇച്ചിരി കട്ടിയാണ്, വേദന എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ മാക്സിമം പതുക്കെയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ വേറെ ചോയ്സ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ഈ കാലും നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയയൊക്കെ ഷേവ് ചെയ്യാനായിട്ടൊരു ചേച്ചി വന്നായിരുന്നു. അവരും അതൊക്കെ ചെയ്തു. അവർ ഭയങ്കര സ്പീഡിലാണ് അത് ചെയ്യുന്നത്. കാരണം ഡോക്ടർ ഓൾറെഡി ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ ഒരു ഹറിബറി ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഞാൻ ആക്ച്വലി ഞെട്ടിയത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് റൂമിലേക്ക് തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ അവിടെയാണ് രാത്രി കിടക്കുന്ന എന്നായി പോയി. ഞാൻ വിചാരിച്ചു ഓക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ. എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പോൾ തൊട്ടേ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി കേട്ടോ. കാരണം ഞാൻ റൂമിൽ വന്നൊന്ന് റിലാക്സ് ചെയ്തിരുന്ന കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ഇൻഡ്യൂസ് ചെയ്ത് തിരിച്ചു വന്ന് ഇവർ രാത്രിയൊക്കെ ഇവരൊക്കെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ് ടെൻഷനായി. ഇവിടെ ഇങ്ങനെ നിലത്ത് അടുത്തിയാൽ ചിലപ്പോൾ കരയും കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ അറ്റൻഷൻ ആൾക്ക് കിട്ടണമില്ലെങ്കിൽ ചിലപ്പം എന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലേബർ റൂമിൽ ചെന്നു. അവരെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എനിക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. സംതിങ് എന്തോ ഒരു സാധനം വെച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് എന്തോ ഇങ്ങനെ പമ്പ് പോലെ ചെയ്തിട്ട് ഒരു ട്യൂബ് പോലത്തെ സാധനം നമ്മുടെ തൈസിനോട് ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. സോ നമ്മുടെ സെർവിക്സ് വികസിക്കുമ്പം അത് തന്നെ പുറത്തോട്ട് പുഷ് ചെയ്ത് ആ സാധനം വീഴണം. അതാണ് സെർവിക്സ് വികസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സോ എൻ്റെ അടുത്ത് പറഞ്ഞു നോർമലായിട്ട് നടന്നു, ബാത്റൂമിൽ പോയോ നടന്നോ കിടക്കുകയൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഊരിപ്പോരും, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ ഇനി പുറത്തൊക്കെ പോയി എന്താണ് റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ആരെയെന്ന് വെച്ചാൽ കണ്ടോ, അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ സ്നാക്സൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ലേബർ റൂമിന് പുറത്ത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പോയി കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ചില്ലായിട്ട് തിരിച്ച് കയറി പോന്നു. അത് എൻ്റെ ഒരു വൈകിട്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ലേബർ റൂമിൽ തന്നെ ഡിന്നറൊക്കെ അവർ കൊണ്ടുതരും. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് എനിക്ക് പയ്യാണ് എനിക്ക് പെയിൻ വരും. നമുക്ക് പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ വരുന്നൊരു ക്രാംസ് ഇല്ലേ, അതുപോലെ തുടങ്ങി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ രാത്രിയൊക്കെ ബാത്റൂമിൽ പോയി നോക്കും ഇത് പോരുന്നുണ്ടോ ഈ സാധനം. അപ്പോഴൊന്നും ഇത് വരുന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ തൊട്ടിപ്പുറത്തെ ബെഡിൽ കിടന്ന ആൾക്ക് അതൊരു രാത്രി 2 മണി 3 മണിയൊക്കെ അപ്പോൾ അത് പോകുന്നായിരുന്നു. അപ്പം നമ്മൾ ഈ പെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ഉറങ്ങുന്നില്ല.
നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല. അപ്പം അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അതിങ്ങനെ പോകുന്നത് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു അവരിങ്ങനെ നഴ്സിനോട് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന എൻ്റെ എന്താ പോരാത്ത എൻ്റെ സെർവിക്സ് എക്സ്പാൻഡ് ആവുന്നില്ല എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറേശ്ശെ കൂടി വരും. പക്ഷെ ആൾക്ക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ പെയിൻ ആയിട്ടുണ്ട്. നേരെ വെളുത്ത് രാവിലെ ആയപ്പോഴത്തേനും നല്ലപോലെ പെയിൻ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണി ഒക്കെ ആയപ്പോഴാണ് ഡോക്ടർ വന്നത് ചെക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രസ്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും PV ചെയ്തു. PV ചെയ്തതിന് മുന്നേ തന്നെ എൻ്റെ ആ ട്യൂബ് തന്നെ അത് പുറത്ത് വന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ അതെടുത്തു, എന്നിട്ട് PV ചെയ്തു. ആ PV ചെയ്തപ്പോഴത്തേക്ക് നല്ലപോലെ വേദനിച്ചു. അന്നേരമാണ് ആക്ച്വലി ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ അറിഞ്ഞ. അന്നേരം തൊട്ട് എനിക്ക് നല്ല പെയിനായിരുന്നു തുടങ്ങി. എന്നിട്ട് ഡോക്ടർ പോയിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ സെർവിക്സ് എക്സ്പാൻഡ് ചെയ്യാൻ. നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴത്തേക്ക് പെയിനൊക്കെ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ നഴ്സുമാരൊക്കെ അടുത്തിരിക്കുന്നവരൊക്കെ അവർ പറഞ്ഞു ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അവരൊക്കെ ഭയങ്കര കോപ്പറേഷനായിരുന്നു. അല്ലാതെ അവരൊന്നും ദേഷ്യപ്പെടുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ഓൾറെഡി ടെൻഷനുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നവർ തന്നെയായിരുന്നു അവിടെ ഉള്ളവർ. അപ്പോൾ അവർ മാക്സിമം ഡീപ് ബ്രെത്ത് എടുക്കും, മോളെ ഞങ്ങൾ മോള് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ നമുക്കൊന്നും അതൊന്നും കേൾക്കാനോ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡിലായിരിക്കത്തില്ല നമ്മൾ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് കിട്ടിയാൽ മതി ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ പെയിൻ കൂടി വരും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സെർവിക്സ് വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വോമിറ്റ് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു നല്ല വോമിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ അടുത്ത് ഇങ്ങനെ പാത്രമൊക്കെ വെച്ച് തരും. അപ്പം ഇതെല്ലാം ഇപ്പോൾ ഞാൻ ടയേർഡ്, എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ എനിക്കൊന്ന് സങ്കടം വരികയാണ്. അപ്പം എനിക്കറിയാവുന്ന ആരും എൻ്റെ ചുറ്റിനും ഇല്ല. കാര്യം എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിനെയും ഇടയ്ക്ക് ആക്ച്വലി ഡെലിവറി ഇത്രയും പ്രോഗ്രസ് ചെയ്യുന്നതിന് മുന്നേ അവരൊക്കെ ഇടയ്ക്ക് രാവിലെ വരെ കയറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമായിരുന്നു, ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെച്ച്. പക്ഷേ ഈ സമയത്ത് ആരുമില്ല, എനിക്കറിയാൻ മേലാത്ത ആരും എൻ്റെ ചുറ്റുമില്ല. അപ്പോൾ എനിക്ക് എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും കരയാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പം എനിക്ക് ആ ഒരു ട്രോമ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുന്നത്. അതാണ് എനിക്കൊരു ട്രോമ തന്നത്. എനിക്കറിയാവുന്ന ആരും എൻ്റെ കൂടെ ഇല്ല. എനിക്ക് ആ സമയത്ത് എനിക്കൊന്ന് എഴുന്നേറ്റ് ഓടണം, അല്ലെങ്കിൽ നിൽക്കണം, അങ്ങനെ പല തോട്ട്സായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെ ആ ഒരു സമയത്തെ ട്രോമയാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഞാനും പഠിക്കില്ല, അങ്ങനെ വരെ എനിക്ക് തോന്നി. ഡോക്ടർ പോയിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്നും കൂടെ വന്നു കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു ഡെലിവറി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് നേരത്തേതിനെക്കാട്ടിലും പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞു നോർമൽ തന്നെ ചിലപ്പോൾ ആവുമായിരിക്കും. അപ്പം എനിക്ക് നല്ല പെയിൻ, എനിക്ക് പറ്റുന്നില്ല, ഞാനിങ്ങ് ബഹളം വയ്ക്കുകയാണ് അവിടെ കിടന്ന്. പക്ഷേ നഴ്സുമാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചോ മോളെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരിങ്ങനെ നമ്മുടെ വയറിലൊരു ബെൽറ്റ് ഇട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ നോക്കിയപ്പോൾ ബേബിയുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ കുറയുന്നു. അപ്പോൾ അവർ ഉടനെ തന്നെ ജൂനിയർ ഡോക്ടർ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഈ പ്രോഗ്രസ്സൊക്കെ എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ വിളിച്ച് പറയാനായിട്ട്. അപ്പോൾ ആളുടെ ജൂനിയർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ റെഡി ആയിക്കോ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക, തന്നെ തിയേറ്ററിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പെയിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ ഈ പുഴിഞ്ഞുളയുന്ന പോലെയൊക്കെ ഞൊളഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു, വേറെ ഇതിലാക്കി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് സൈൻ വാങ്ങിക്കുന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു മിന്നായം പോലെ എൻ്റെ ഹസ്ബൻഡിനെയും ആരെയൊക്കെയോ കണ്ടു. ഹസ്ബൻഡിൻ്റെ അടുത്ത് സൈൻ വാങ്ങിക്കുന്നു, പെട്ടെന്ന് തിയേറ്ററിൽ കയറ്റുന്നു. ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക, 4 വാർഡ് കുറേ ആൾക്കാർ നിൽക്കുന്നു. എന്താണ് ഇവിടെ ഒരു ക്യാനിലുണ്ട്, ഇവിടെ ഒരു ക്യാനിലുണ്ട്, അതിൽ കൂടെ മരുന്ന് കയറ്റുന്നു, മാസ്ക് വയ്ക്കുന്നു, ഇവിടെ നമ്മുടെ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഓരോ സംഭവങ്ങൾ വയ്ക്കുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലൊരു സ്ക്രീൻ വയ്ക്കും, നമുക്ക് അതിനങ്ങോട്ടുള്ളതൊന്നും കാണാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, നട്ടലിലാണ് അനസ്തേഷ്യ എടുക്കുന്നത്. അപ്പം ഈ അരയ്ക്ക് താഴോട്ടായിരിക്കും മരച്ച് കിടക്കുന്നത്, അതായത് നമ്മുടെ വയറിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും
ഇങ്ങനെ അവർ കീറാൻ പോകുന്നത്. അപ്പോൾ 6 ലെയേഴ്സ് ഓഫ് സ്കിന്നും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ യൂട്രസിൽ കുട്ടീനെ എടുക്കുക. അപ്പോൾ അത്രയൊരു ഡീപ്പ് വൂണ്ടാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ടു ബി പ്രിസൈസ്, ഒരു ഡിന്നർ പ്ലേറ്റ് സൈസ് വൂണ്ട്. സോ അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു സ്ക്രീൻ ഇങ്ങനെ ഇട്ടു. അപ്പം അനസ്തേഷ്യ വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ആശ്വാസമായി. കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, വോമിറ്റ് ചെയ്തും ഇതായും എൻ്റെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒന്ന് കാമായിട്ട് വന്നപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തന്നെ ബേബി വന്നു. കുഞ്ഞിനെ കരച്ചിരിക്കുന്നുണ്ട്. നേഴ്സ് എന്നോട് പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ഇപ്പോൾ ഒരു ബേബിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എന്നെ എടുത്ത് എൻ്റെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഞാൻ കണ്ടതേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയി കുഞ്ഞിനെ. അത് കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി. കുറച്ചുകൂടെ സമയം എടുത്തു കേട്ടോ എൻ്റെ ബാക്കി സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെന്നെ ഉച്ചയ്ക്കായിരുന്നു ബേബി ഉണ്ടായത്. അപ്പം തിരിച്ച് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു. അമ്മയും അപ്പയും എൻ്റെ ഹസ്ബൻഡിനെയും അവരുടെ പേരൻസിനെയും ഒക്കെ കണ്ടു. അങ്ങനെ എന്നെ പോസ്റ്റ്മോർട്ടം ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം അന്ന് രാത്രി പോസ്റ്റ്മോർട്ടം ICUയിലായിരുന്നു. എനിക്കങ്ങനെ പെയിനൊന്നും തോന്നിയില്ല. നമ്മൾ മരപ്പ് മാറിയാലും ഈ IV കൂടെ പെയിൻ കില്ലേഴ്സൊക്കെ പോകുന്നതുകൊണ്ട്, മരുന്നൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ പെയിനൊന്നും തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കിനും അത് വീണ്ടും അവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കിനും നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പിന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നത് കേട്ടോ. അത് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ വാവയുണ്ടായത് ഉച്ചയ്ക്കാണ്. അന്ന് രാത്രിയിൽ ആണ് നമുക്ക് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ തരും, അല്ലാണ്ട് വേറൊന്നും തരില്ല. കാരണം അങ്ങനെ അധികം പെട്ടെന്ന് ഫുഡൊന്നും തരാൻ പറ്റില്ല ഒരു ഓപ്പറേഷൻ. അതിപ്പോൾ ഏത് ഓപ്പറേഷൻ ആണെങ്കിലും അങ്ങനെയാണ്. ചെക്ക് ചെയ്യണം, നമ്മുടെ ഇത് വെള്ളമൊക്കെ കുടിച്ച് യൂറിനൊക്കെ പോകണം. അപ്പോൾ യൂറിൻ പോകാൻ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പിറ്റേ ദിവസം രാവിലെ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് കഴിക്കാൻ. അപ്പം അത്രയും നേരം അപ്പം അത്രയൊക്കെ ആയപ്പോഴത്തേനും നല്ല വിശന്നായിരുന്നു. രാവിലെ എന്തോ ഇടിയപ്പം കറി എന്തോ ആണ് കിട്ടിയത്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഡോക്ടർ വന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിന് മുന്നേ അവർ നമ്മളെ നടത്തും. അതാണ് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആദ്യമായിട്ട് എങ്ങനെ നടക്കാൻ പഠിക്കുന്നു, ആദ്യമായിട്ട് എങ്ങനെ നടക്കാൻ പഠിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി നടക്കുക ആ സമയത്ത്. അന്നേരമായിരിക്കും നമ്മൾ ആ പെയിൻ ഒന്ന് അറിയുന്നത്. പക്ഷെ സ്റ്റിച്ചിൻ്റെ അവിടെ അങ്ങനെ പെയിനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഉള്ളിലുള്ള ഒരു പെയിനായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ എന്തോ വലിയുന്ന പോലുള്ളൊരു, ഈ സ്കിന്നിങ്ങനെ വലിയുന്ന പോലുള്ളൊരു പെയിനാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് നന്നായിട്ട് അത്യാവശ്യം പയ്യെ വെച്ച് നടന്ന് ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്ന് ബെഡിലിരുന്നു. നമ്മൾ സപ്പോർട്ടോടുകൂടിയാണ് നടക്കുക, ഒറ്റയ്ക്കല്ല കേട്ടോ. ഒറ്റയ്ക്ക് നമുക്ക് പറ്റത്തില്ല. തിരിച്ചു വന്ന് ബെഡിലിരുന്നപ്പം ഡോക്ടർ വന്നപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ഡോക്ടറും വരും, പിന്നെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു അനസ്തേഷ്യസ്റ്റും വരും എന്ന് തോന്നുന്നു ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾക്ക് നടക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് അറിയാനായിട്ട് വരും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് അവർ പോസ്റ്റ്മോർട്ടം ICUയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. ഞാനൊരു ഉച്ചയായപ്പോഴത്തേനും റൂമിലേക്ക് എത്തി. അപ്പോൾ ഞാൻ റൂമിൽ പോയി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് അറിയാവുന്ന മനുഷ്യരൊന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ റൂമിൽ എങ്ങനെ എത്തി ഉച്ചയ്ക്ക്. അന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ നമുക്ക് റൂമിൽ വന്നാണ് അവിടെ ഫുഡിൻ്റെ ഓർഡറൊക്കെ എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സ് നിറഞ്ഞ് ഞാൻ കുറച്ച് ചോറും കറിയൊക്കെ കഴിച്ചു. പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, വറുത്തതോ അല്ലെങ്കിൽ ഹാർഡായിട്ട് ദഹിക്കാൻ പാടുള്ളോ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കുറച്ച് ചോറും പച്ചക്കറിയും കഴിച്ചു. സംതൃപ്തിയായിരുന്നു. റൂമിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട്
എൻ്റെ അടുത്ത് കുളിച്ചോളാൻ പറഞ്ഞിരുന്നു. പക്ഷെ വെളുപ്പിന് രാവിലെ 5:30 കുളിക്കണം, കുളിച്ച് നാളെ റെഡി ആയിട്ട് നിൽക്കണം, തല ഉൾപ്പെടെ നനച്ച് കുളിക്കണമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റിച്ചിൻ്റെ നല്ലോണം സോപ്പ് തേച്ച് കഴുകണമെന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് എന്താ പറയുക, നല്ല പശയുള്ളൊരു പ്ലാസ്റ്റർ പോലത്തെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം സോപ്പ് തേച്ചാലേ അത് പറിച്ച് പോരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേദനെടുക്കും. നല്ലോണം സോപ്പ് തേച്ച് ആ ഭാഗം കഴുകണം എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ അതിങ്ങനെ പറിച്ച് മറ്റ് വേദനയൊന്നും എടുത്തില്ല, സ്റ്റിച്ചിലും വേദനയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ബെറ്റാനൊക്കെ തേച്ച് കുറച്ച് നമ്മൾ തുറന്ന് കാറ്റ് കൊള്ളിക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നിരുന്ന എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് എന്നെ നോക്കിയത്. ആ സമയത്ത് എന്നെ കുളിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ റൗണ്ട്സിന് വരുമല്ലോ, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാനൊരു ഡെലിവറി കഴിഞ്ഞൊരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ എനിക്ക് ഡിസ്ചാർജ് എഴുതി തന്നിരുന്നു. എനിക്ക് ആ ഹോസ്പിറ്റലുള്ള സമയത്തുള്ള IV വഴിയുള്ള പെയിൻ കില്ലേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വീട്ടിലേക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും തന്നിട്ടില്ല. എനിക്ക് അങ്ങനെ വേദനയില്ല. ഈ ഉള്ളിൽ ഉള്ള വേദന ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ തൊലി ഇങ്ങനെ വലിക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. അല്ലാണ്ട് വേറെ വേദനയൊന്നും. അതും പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുക, കിടക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഞാൻ പറയാം. ആദ്യത്തെ ഒരു 3-4 ദിവസം കുറച്ച് സിവിയറായിട്ട് തോന്നും. പിന്നെ അത് പയ്യെ കുറഞ്ഞൊരു അത്രേ ഉള്ളൂ. ഒരു മാക്സിമം ഒരാഴ്ചത്തേന് ആ പെയിനുള്ളൂ. അതും പിന്നെ പയ്യെ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്ത് എനിക്ക് ഒരിക്കലും പെയിൻ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിലേക്കുള്ളത് വൈറ്റമിൻസ്, കാൽഷ്യം, അയൺ അങ്ങനത്തെ ടാബ്ലറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ ബേബിയുടെ കാര്യം അത് വേറെ തന്നെ ഒരു സ്റ്റോറിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വ്ളോഗിൽ പറയാം. ഇതിൽ തന്നെ പറഞ്ഞാൽ നീളം ഒത്തിരി കൂടിപ്പോവും, അത് ഞാൻ പറയാം. സോ ഞാൻ തൽക്കാലം ഇപ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ വീഡിയോ. സോ തൽക്കാലം ഞങ്ങൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.